ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും കൂടെ ഇട്ട് വറുത്ത് കോരാം. അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും മൂത്ത് വരുമ്പോഴത്തേക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് വറുത്ത് കോരിയ ശേഷം ആ നെയ്യിലേക്ക് നമുക്ക് റവ ഇട്ട് വറുക്കാം. അര കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് 3 കപ്പ് പാല്, ഇപ്പോൾ 2.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ ഈ പഞ്ചസാരയും കൂടെ ഇട്ടെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര കുറച്ച് വേണമെങ്കിലും ചേർക്കാം, ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ ഇളക്കി എടുക്കണം. കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് 1 ഏലക്കയും 2 ഗ്രാമ്പും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും കൂടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ടേസ്റ്റി ആയൊരു പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാം. ഓണത്തിന് പെട്ടെന്നൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അധിക സാധനമൊന്നും വേണ്ട, വളരെ കുറച്ച് സാധനം മതി.